നട്ട് ക്രാക്കർ. ഒരു കാലത്ത് തണുപ്പുള്ള ക്രിസ്മസ് അന്ന് രാവിലെ സ്ട്രാബം അവരുടെ വീട് ഒരുപാട് മിന്നുന്ന അലങ്കാര വസ്തുക്കൾ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിരുന്നു. വലിയ ക്രിസ്മസ് ട്രീ ഉണ്ടായിരുന്നു, അതിനു മുകളിൽ ഒരുപാട് ലൈറ്റ്സ്. പെട്ടെന്ന് ആരോ വാതിലിൽ മുട്ടി. ക്ലാര, ആരാണെന്ന് നോക്ക്. ക്ലാര ഉടനെ പടിയിൽ നിന്ന് ഇറങ്ങിച്ചെന്ന് നോക്കി ആരാണ് വന്നത് എന്ന്. കണ്ടുടനെ ഒരുപാട് സന്തോഷിച്ചു. അങ്കിൾ ടോസമല. മേരി ക്രിസ്മസ് മോളെ. അങ്കിൾ, ഞാൻ എപ്പോഴും ചെറിയവളല്ല. എത്ര വലുതായാലും നീ എനിക്ക് കൊച്ചുകുട്ടി തന്നെയാ. അങ്കിൾ ടോസമല പാവ ഉണ്ടാക്കുന്ന ആളാണ്. എല്ലാ വർഷവും അദ്ദേഹം ഭംഗിയുള്ള ജീവനുള്ള പാവകൾ ക്ലാരയ്ക്കും അനിയനും ഉണ്ടാക്കി കൊടുക്കും. ക്ലാരയ്ക്ക് എല്ലാ പാവകളും ഒരുപാട് ഇഷ്ടമാണ്. അത് സൂക്ഷിച്ചു വെക്കും. അവളുടെ കയ്യിൽ 10 ഉണ്ടായിരുന്നു. പൈററ്റ്, ബാലറീന, ഹോഴ്സ് റൈഡർ, പിന്നെ ഒരുപാട്. അങ്കിൾ, ഈ പ്രാവശ്യം ഏത് പാവയാ തരുന്നേ? ഓ, ഈ വർഷം നിനക്ക് ഞാനൊരു നല്ല ഗിഫ്റ്റ് തരും. നിനക്കത് തുറന്നു കാണണമെങ്കിൽ നീ വൈകുന്നേരം വരെ കാത്തിരിക്കണം. പ്ലീസ്, രാത്രിക്ക് ഇനി സമയമുണ്ട്. പ്ലീസ് പ്ലീസ്, ഇപ്പൊ തന്നെ ഓപ്പൺ ആക്കാം. കുട്ടികളെ, ക്ലാരയ്ക്ക് കുറച്ച് സമയം പോലും മിണ്ടാതിരിക്കാൻ സാധിച്ചേയില്ല. അവൾക്ക് അവളുടെ പാവ ഉടനെ കാണണം. അങ്കിൾ ടോസമർ അത് കാണാൻ കഴിയാതെ ഒരു ഗിഫ്റ്റ് കൊടുത്തു. ക്ലാര സന്തോഷത്തോടെ ആ ഗിഫ്റ്റ് തുറന്നു നോക്കി. ഇതാണ് അവൾക്ക് കിട്ടിയതിൽ വളരെ അതിശയമായ ഗിഫ്റ്റ്. അവളുടെ അങ്കിൾ കൊടുത്തത് ഒരു ഫണ്ണിയായ നട്ട് ക്രാക്കർ, നീളമായ മൂക്കോടെ, ചെറിയ മീശയോടെ. ക്ലാര ഇതുപോലത്തെ ഒരു പാവയെ കണ്ടതേയില്ല. ആ പാവ അവൾക്ക് ഒരുപാട് ഇഷ്ടമായി. നട്ട് ക്രാക്കർ. അവൾ അതിനോടൊപ്പം കളിച്ചു, ഡാൻസും കളിച്ചു. ഫ്രിക്സ് ഗിഫ്റ്റ് തുറന്നതും അവൻ അതിൽ ഒരു മൗസ് ഫോറിയർ ബൊമ്മയെ കണ്ടു. വലിയ പല്ലുകളുമായി കാണാൻ തന്നെ ഭയങ്കരമായിരുന്നു. ഇത് ഒറിജിനൽ പോലെയുണ്ട്. ക്ലാര, നോക്ക്, ഇത് യുദ്ധക്കളത്തിൽ നിന്ന് വന്നതുപോലെയുണ്ട്. പക്ഷേ ക്ലാര കേട്ടതേയില്ല. അവളുടെ പാവയിൽ എന്തോ പ്രത്യേകത ഉണ്ടായിരുന്നു. ക്ലാര അത് നോക്കിക്കൊണ്ടിരുന്നു. അത് കൊള്ളില്ല. ആര് സമ്മതിച്ചില്ലെങ്കിലും ഇത് വളരെ ഡിഫറെന്റാ. നിങ്ങൾ വഴക്ക് നിർത്തൂ. അവള് പറഞ്ഞത് ശരിയാണ്. വേറെ പോലെ ഇരിക്കുന്നത് തെറ്റല്ല. ഈ കാരണം കൊണ്ടാണ് ആ പാവ നിനക്ക് തന്നത് ക്ലാര. ആ നക്ലക്കറിന്റെ സൗന്ദര്യം നിങ്ങൾ കണ്ടിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി. അവൻ ധീരനായ യുവാവാണ്. അവൻ എപ്പോഴും ഇങ്ങനെയല്ല, അറിയാമോ? എന്താണത്? എന്തെങ്കിലും കഥയുണ്ടോ? എന്നോടത് പറയണം. ഉറപ്പായിട്ട് ഇരിക്ക്. ഒരിക്കലൊരു രാജകുമാരി തന്റെ കൊട്ടാരം വൃത്തിയായി സൂക്ഷിച്ചിരുന്നു. ഒരു ദിവസം അവളുടെ വേലക്കാരി കാർപ്പറ്റിന്റെ മുകളിലേക്ക് കേക്ക് വീഴ്ത്തി. അവരുടെ ഡൈനിങ് ഏരിയയിലെല്ലാം ക്രീം കൊണ്ട് നിറഞ്ഞു. നീ എന്റെ കൊട്ടാരം എങ്ങനെ പാഴാക്കും? ആരെവിടെ? ഇവളെ പുറത്താക്ക്. അതിനവള് ദേഷ്യപ്പെട്ടു. നിങ്ങൾ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നേ. നിങ്ങളുടെ വേലക്കാരെ നിങ്ങൾ നോക്കുന്നതേ ഇല്ല. സൗന്ദര്യമാണ് എല്ലാം എന്ന് നിങ്ങൾ കരുതുന്നത്. ഈ ദിവസത്തിന് വേണ്ടി നിങ്ങൾ ദുഃഖിക്കും. പക്ഷെ ഒരു കാര്യം അറിഞ്ഞോളൂ, ഞാൻ നിങ്ങളെ ശപിക്കുന്നു. നിങ്ങളുടെ മൂക്ക് വലുതാകും, നിങ്ങളുടെ തലയും വലുതാകും. അത് പൊട്ടിച്ചാലേ, വളരെ കഠിനമായ നട്ട് ഉടച്ചാൽ മാത്രമേ നിങ്ങൾക്ക് പഴയതുപോലാകൂ. റാണി അവിടെ നിന്ന് കരഞ്ഞു. അയ്യോ, ഇല്ല ഇല്ല, എന്റെ മുഖം. ഞാൻ എന്ത് ചെയ്യും? എനിക്ക് നട്ട് പൊട്ടിക്കാൻ അറിയില്ല. കഠിനമായ നട്ട് എങ്ങനെ പൊട്ടിക്കും? ആ സമയത്ത് നട്ട് കേക്കർ വന്നു. ഓ, അങ്ങനെയെങ്കിൽ ശരി, ഞാൻ താങ്കൾക്ക് വേണ്ടി എന്തു വേണേ ചെയ്യാം. അങ്ങനെ നട്ട് ക്രാക്കർ നട്ട് പൊട്ടിച്ചു. അതോടെ ശാപമോക്ഷം ലഭിച്ചു. പക്ഷേ എന്റെ മുഖത്തിന് എന്തു പറ്റി? നട്ട് ക്രാക്കറിന്റെ മൂക്ക് നീണ്ടുപോയി, തലയും വലുതായി മാറി.
അപ്പോൾ റാണി അത് കണ്ടിട്ട് വൃത്തികേടെ, നീ എന്റെ കൂടെ ഇരിക്കാൻ അർഹതയുള്ളതല്ല, പോ. അങ്ങനെ നട്ട് ക്രാക്കറിനെ അയച്ചു. അത് ന്യായമല്ല, റാണി വളരെ ചീത്തയാണ്. അതെ, സത്യമാണ്. ഇപ്പം മനസ്സിലായോ നട്ട് ക്രാക്കർ എന്താ അങ്ങനെ ഇരിക്കുന്നതെന്ന്? അവൾക്കല്ല, ഇപ്പോ ആ നട്ട് ക്രാക്കർ എനിക്ക് വേണം. പാവ എത്ര ഇഷ്ടമായെന്നോ. ബ്രിക്സ് അതിനു വേണ്ടി വഴക്കിടാനായി തുടങ്ങി. അവർ രണ്ടുപേരും പാവ വലിച്ചതിനെ തുടർന്ന് നട്ട് ക്രാക്കർ പൊട്ടിപ്പോയി. ബ്രിക്സ് ആ ബൊമ്മ വിട്ടു. അതെന്റെ നട്ട് ക്രാക്കർ. ഓ പ്രിയ കുട്ടികളെ, ഇത് ക്രിസ്മസ്, ഇത് വിശേഷ നാളാണ്. പേടിക്കണ്ട, അവനൊന്നും പറ്റില്ല, ഞാൻ നോക്കിക്കോളാം. പക്ഷേ നീ അവനെ ക്രിസ്മസ് ട്രീയുടെ കീഴിൽ നിർത്തണം, ഓക്കേ? ക്ലാരയ്ക്കന്ന് ഉറങ്ങാനേ സാധിച്ചില്ല. അവൾ നട്ട് ക്രാക്കറെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരുന്നു. അവൾ ആ പാവയ്ക്കടുത്ത് ചെന്ന് അതിനെ കെട്ടിപ്പിടിച്ചു. അതിനെ മടിയിൽ വെച്ച് തന്നെ ഉറങ്ങി. ക്ലാര ഉറങ്ങുമ്പോൾ എന്തൊക്കെ വിചിത്രമായ ശബ്ദങ്ങൾ കേട്ടു. അവൾ കണ്ണു തുറന്നു നോക്കി. അവളുടെ വീട്ടിലുണ്ടായിരുന്ന ഫർണിച്ചർ എല്ലാം വലുതായി മാറി. അവളുടെ അടുത്തുണ്ടായിരുന്ന ക്രിസ്മസ് ട്രീ വളരെ വലുതായി വളർന്നിരുന്നു. ക്ലാരയുടെ ഉറക്കം തന്നെ നഷ്ടമായി. അവൾ ശരിക്കും നോക്കി, ഒന്നും വളർന്നതേയില്ല. പക്ഷേ അവൾ ചുരുങ്ങിക്കൊണ്ടിരുന്നു. അപ്പോഴാണ് അവൾ മൗസ് വാരിയറെ കണ്ടത്. അത് അവളുടെ അടുത്ത് വന്നുകൊണ്ടിരുന്നു. അവൾ പേടിച്ചു ഓടിപ്പോകാനായി ശ്രമിച്ചു. പക്ഷെ ആ വലിയ എലി അവളെ നിർത്തി. അവൾ പേടിച്ചു വിറയ്ക്കാൻ തുടങ്ങി. അപ്പോഴാണ് നട്ട് ക്രാക്കർ ജീവനോടെ വന്നത്. ഓ ഇല്ല, ക്ലാര! അവളുടെ മുറിയിൽ ഓടിച്ചെന്ന് കബോർഡിന് മുന്നിൽ നിന്നു. കേൾക്ക്, ക്ലാര വിഷമത്തിലാണ്. നമ്മൾ അവളെ സഹായിക്കണം. വരൂ, എന്റെ കൂടെ വരൂ. ക്ലാരയെ രക്ഷിക്കാൻ മുന്നോട്ട് വന്നു. അവരെ കണ്ടതും എനിക്കും പാവകൾക്കും വഴക്ക് തുടങ്ങി. ക്ലാര ഓടിച്ചെന്ന് ക്രിസ്മസ് ട്രീയുടെ പുറകെ നിന്നു. പാവകൾ വഴക്കിട്ടുകൊണ്ടേയിരുന്നു. എലി എല്ലാവരെയും തോൽപ്പിച്ചു. അവിടെയുള്ള നട്ട് ക്രാക്കറിനും ഒരുപാട് പരിക്കേറ്റു. മെല്ലെ എലി അവിടേക്ക് വന്നു. അയ്യോ, എന്റെ നട്ട് ക്രാക്കർ! എലി അതിന്റെ തല കണ്ടതും അത് ഓടിപ്പോയി. പാവകൾ യുദ്ധം ജയിച്ചു. നട്ട് ക്രാക്കർ, കണ്ണു തുറക്ക്, പ്ലീസ്, കണ്ണു തുറക്ക്. അവൾ കരയുമ്പോൾ ക്രിസ്മസ് ട്രീ ബ്രൈറ്റായി തിളങ്ങാൻ തുടങ്ങി. അതേ സമയത്ത് ആ നട്ട് ക്രാക്കർ ഒരു പ്രിൻസായി മാറി. ക്ലാര പ്രിൻസിനെ നോക്കിക്കൊണ്ടേ നിന്നു, ആശ്ചര്യത്തോടെ, സന്തോഷത്തോടെ. നിനക്കെന്നെ ഓർമ്മയില്ലേ? ഞാനാണ് നട്ട് ക്രാക്കർ. നിന്റെ ശാപം മാറി ക്ലാര. നീ എന്റെ നീണ്ട മൂക്കിനും നീണ്ട തലയ്ക്കും പിന്നിലുള്ള സൗന്ദര്യം കണ്ടെത്തിയിരിക്കുന്നു. ഭംഗിയുള്ള പ്രിൻസ് അവന്റെ കൈ നീട്ടി. രണ്ടുപേരും ഡാൻസ് കളിക്കാൻ തുടങ്ങി. അതൊരു അതിശയിപ്പിക്കുന്ന ഡാൻസ്. ക്ലാരയ്ക്ക് ആ സമയത്ത് കാറ്റിൽ പറക്കുന്നത് പോലെ തോന്നി. ക്ലാര, ക്ലാര! അപ്പവൾ കണ്ണു തുറന്ന് നോക്കി. അവളുടെ അമ്മയുടെ ശബ്ദം കേട്ടുകൊണ്ട് അവൾ കണ്ണു തുടച്ചുകൊണ്ട് അവരെ നോക്കി. അപ്പോൾ അവൾക്ക് മനസ്സിലായി നട്ട് ക്രാക്കർ അടുത്ത് തന്നെ ഉണ്ടെന്ന്. അവളുടെ അമ്മ നോക്കിക്കൊണ്ടേ നിന്നു, ഒന്നും മനസ്സിലാവാതെ. ക്ലാര, അവൾക്കൊന്നും മനസ്സിലായില്ല. ഒരുപാട് കുഴപ്പത്തിലായിരുന്നു. നീ രാത്രി ഇവിടെയാണോ കിടന്നത്? അമ്മേ, അത് എല്ലാം സത്യമായി സംഭവിച്ചതുപോലെ. ക്ലാര കണ്ണടച്ച് വീണ്ടും സ്വപ്ന ലോകത്തിലേക്ക് തന്നെ പോയി. അവസാനം